ഹായ് ബ്യൂട്ടീസ്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ബിഗിനറിന് ഏതൊക്കെ പ്രൊഡക്റ്റാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ റേറ്റിൽ ഏതൊക്കെ പ്രൊഡക്റ്റാണ് വാങ്ങേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. സോ നൈക്ക ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ എല്ലാ പ്രൊഡക്റ്റും നൈക്കന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ബിഗിനറിന് നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് നോക്കുകയാണ്. ഞാൻ ഇതൊരു അൺബോക്സിംഗ് ചെയ്തിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈം അൺബോക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇത് ഐബ്രോ പാലറ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ PSCയുടെ ഐബ്രോ പാലറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. അതൊന്ന് കാണിക്കാം. നല്ല അടിപൊളി പ്രീമിയം പാക്കേജിലാണ് നമ്മുടെ PSCയുടെ ഐബ്രോ പാലറ്റ് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് സംഭവം. ഇത് നമ്മൾ തുറന്ന് കാണിച്ചു തരാം. ഇതാണ്. നെക്സ്റ്റ് നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷ് വിത്ത് ഹൈലൈറ്റർ ആണ്. ഇത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ബ്ലഷും ഹൈലൈറ്ററും ഒന്നിച്ച് ഒരു കോമ്പോയിൽ വരുന്ന ഒരു ഇതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഷെയ്ഡ് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ, ഇത് ഹൈലൈറ്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ബ്ലഷറും ഹൈലൈറ്ററും ഒരു കോമ്പോയിൽ വരുന്ന ഒരു അടിപൊളി സ്വിസ് ബ്യൂട്ടിയുടെ സൂപ്പർ സാധനമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണിത്. നെക്സ്റ്റ് നമ്മുടെ മാർസിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. അത് 2 ഷെയ്ഡ്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. 2 ഷെയ്ഡ്സ് ആണ്. ഇത് 2 ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ ഒരു പഫും കൂടെ അവൈലബിൾ ആണ് ഇതിൻ്റെ. അപ്പം ഷെയ്ഡാണ് മാർസിൻ്റെ കോമ്പാക്ട് പൗഡർ വരുന്നത്. ഇതും നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. അടുത്ത നമ്മുടെ മാർസിൻ്റെ ഐബ്രോ പാലറ്റ് ആണ്. ഐഷാഡോ പാലറ്റ് ആണ്. അപ്പം ഇത്രയും ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഷിമ്മർ, നല്ല ഡാർക്ക് ആയിട്ട് ഷിമ്മർ വരുന്നത് ഒരെണ്ണം മാത്രമാണ്. ബാക്കിയെല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. പിന്നെ ഷിമ്മേഴ്സും ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ. ഇപ്പം ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു ലൈറ്റ് ബ്രൗൺ ഷിമ്മറും. അടുത്ത FA ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്റർ ആണ്. സൂപ്പർ ഹൈലൈറ്റർ ആണ്. പൊളിയാണിത്. അപ്പം ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അത്രയും ഒരു നല്ല രീതിയിൽ നമ്മൾ ജസ്റ്റ് 1 സ്വിപ്പിൽ തന്നെ നല്ല ഷൈനിങ് തരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു മേക്കപ്പ് ബിഗിനറിനൊക്കെ നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അടുത്തത് DOT&Kയുടെ സ്കിൻ കെയർ ലിപ് ബാം ആണ്. ഇതും നല്ലൊരു ചോക്ലേറ്റ് ആണ്. ഇത് ഫുള്ള് നമുക്ക് തിന്നാനൊക്കെ തോന്നും. ഇത്ര നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതാണ് സംഭവം. അടുത്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സിങ് ചെയ്യാണ്. നേരത്തെ പ്രൊഡക്റ്റൊക്കെ ഞാൻ നേരത്തെ അൺബോക്സിങ് ചെയ്തുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഇടാൻ പറ്റില്ല. അപ്പം അടുത്തത് ഐബ്രോ ഡിഫൈനർ ആണ്. ഇതും PSCയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതും നല്ലൊരു പ്രീമിയം ബോക്സിലാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നൈക്ക അത്രയും നല്ല രീതിയിലാണ് നമുക്ക് ബോക്സ് ചെയ്ത് അൺബോക്സ്. അപ്പം ഇതാണ് നമ്മുടെ PSCയുടെ ഐബ്രോ ഡിഫൈനർ. ഇത് 4 ഷെയ്ഡ്സിലാണ് അവൈലബിൾ. ഇത് ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത്. നമുക്ക് ഇതിന് ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഇതും പൗഡർ ടൈപ്പ് ആണ് കേട്ടോ. സ്പൂണി ബ്രഷ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട്. അപ്പം ഇതും ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് PSCയുടെ. അടുത്ത കൺസീലർ ആൻഡ് ഫൗണ്ടേഷൻ. ഇത് രണ്ടും മാർസിൻ്റെ ആണ്. ഇത് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്ട്സ് ആണ്, കൺസീലറും ഫൗണ്ടേഷനും. ഇത് 6.5 ആണ് ഫൗണ്ടേഷൻ്റെ, 6.5ഉം കൺസീലർ 0.8 ആണ്. ഇതൊക്കെ അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡൊക്കെ ആണ്. അത്യാവശ്യം ഡസ്കി സ്കിന്നൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കൺസീലറും ഫൗണ്ടേഷനും. അപ്പം ഇതാണ് 2 ഉള്ളത്. അടുത്ത വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്ട്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. യൂറോ ഗേളിൻ്റെ ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ഫിക്സറാണ്. അപ്പം അതൊന്ന് നോക്കാം. ഞാൻ ഇതുവരെ അത് അൺബോക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഒന്ന് വാങ്ങിച്ചു, അത് തീർന്നു പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്തത് ഓർഡർ ചെയ്തിരിക്കുകയാണ് ഇത്. അപ്പം അതെനിക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാൽ പോലും പ്രൊഡക്റ്റ് നമ്മുടെ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതാണ് സംഭവം. നമ്മുടെ ഗ്ലോമീയുടെ ഇതാണ്. അപ്പം നമുക്ക് എപ്പോൾ യൂസ് ചെയ്താലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് വിട്ടണം. ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്പ്രേ ചെയ്യാവൂ. സോ ഗൈസ്, അപ്പം ഇതെല്ലാത്തിൻ്റെയും നമ്മൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.